പറയൂ, എന്താണ് പറയാനുള്ളത്? പരിപാടി കഴിഞ്ഞു പോയി. കഴിഞ്ഞു പോയാ? ആര് പോയാ? പരിപാടി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഒരു സമാധാനം. അപ്പോൾ നമ്മളെ പരിപാടി അത്രയുള്ള സിമ്പിളായിരുന്നു. ഇനി പായസമൊക്കെ കുടിച്ച് നമ്മൾ വെയിൻഡപ്പ് ചെയ്യും. പിന്നെ നമുക്ക് കിടന്നൊന്നും ഉറക്കമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇനി പോയി കിടന്ന് ഉറങ്ങാനുണ്ട്. അതെ, അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മളെ പരിപാടി. നമ്മളെപ്പോലെ ഭയങ്കര ആഡംബരങ്ങൾ ആളുകളൊന്നുമില്ല. നമ്മൾ തന്നെ നടത്തി, നമ്മൾ തന്നെ വൈൻഡപ്പ് ചെയ്ത്, നമ്മൾ തന്നെ പായസം കുടിച്ചു, നമ്മൾ തന്നെ കൈകൊട്ടി. ഹാപ്പി നൂല് കെട്ട്. വാവയുടെ പേര് ഇന്ന് നമ്മൾ റിവീൽ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് ബലൂണ് കിട്ടിയില്ല. വാവയുടെ കാതിൽ പറയണം, പരിപാടിയുടെ ഇടയിൽ വാവയുടെ കാതിൽ പേര് പറയണമെന്നായിരുന്നു. എന്നാലും വാവ കിടന്നുറങ്ങി. ഞാൻ വാവയുടെ പേര് പറയാം. വാവയുടെ പേര് ദുആലയാൽ. അതിന്റെ അർത്ഥം എന്താണ്? മീനിങ് എത്രയോ രാത്രികളുടെ പ്രാർത്ഥന. നമ്മള് പ്രാർത്ഥിച്ചു കിട്ടിയ നമ്മുടെ ബിംബിള് മോളായതുകൊണ്ട് നമ്മളെ ദുവക്കുട്ടി. എല്ലാവർക്കും പിന്നെ കൊറേ ആൾക്കാർ മനസ്സിലായിന് ദുആന്ന് മാത്രം മനസ്സിലായിന്. ബാക്കിയും കൂടി ഞങ്ങൾ പറഞ്ഞു ദുആലയാലോ. ഇനി മേലാ ചോദിച്ചു പിന്നെ വേറൊന്നും പറയണ്ട. എന്ത് പറയാനില്ലേ? വരണില്ല ഗൈസ്. ഒരു ബ്രൈറ്റ്നസ് വരുന്നില്ല ഗൈസ്. മെനാന്നില്ല. പാവം. നമ്മ പിന്നെ മേക്കപ്പ് ഒന്നില്ല. ഞങ്ങള് പാവങ്ങളാണേ. വേറൊന്നും പറയണ്ട. എന്തെങ്കിലും പിന്നെ ഇത് പറയണോ? നൂലുകെട്ട് ചടങ്ങ് വെച്ച് എന്ന് പറഞ്ഞാൽ ആര് വർഗീയം പറയരുത് കേട്ടോ. ജസ്റ്റ് ഒരു ചടങ്ങായിട്ട് കണ്ടാൽ നമ്മളെ നാട്ടിലല്ലോ ഇത് എന്ത് തൊട്ടിൽ കെട്ടൽ പരിപാടി പറയും. തൊട്ടില കെട്ടിട്ട് പാട്ടല്ല കെട്ടിട്ട് ഇങ്ങനെയാണ്. അതാണ് നമ്മളെ നാട്ടിലത്തെ ഒരു പരിപാടി. പിന്നീട് ഇപ്പോൾ വീട്ടുകാർ ആരും ഇല്ല. ഇപ്പം ഞങ്ങളേ ഉള്ളൂ, ആകെ ഈ വീട്ടുകാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വരിയിൽ കണ്ടാൽ മതി. ജസ്റ്റ് ചെറിയൊരു പരിപാടി. അതെ, വർഗീയം പറയല്ലേ. ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ പേര് മറക്കണ്ടത് ദുആലയാൽ. അതെ, ദുആലയാൽ. പിന്നെ ഇതിന്റെ ഒന്നിച്ചെന്നെ ഇടാലോ. മറ്റേ നമ്മളെ ചങ്ങായിമാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഫാമിലിന്ന് ഉമ്മയും പെങ്ങന്മാരും പിന്നെ ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് അവര് സൺഡേ ആണ് വന്നത്, ഇന്ന് ട്യൂസ്ഡേ ആണ്. അപ്പൊ നമ്മൾ ആ വീഡിയോയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. കാണണം, എല്ലാവരും കാണണം. ഇത് ഫസ്റ്റ് തന്നെ കേട്ടാ. എൻ്റെ സാധനങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ടവൽ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നടക്കുകയാണ്. ഐ എം സോറി. സമയമില്ല. അതിനൊന്നും അറിയണ്ട. നമുക്ക് ഒരുങ്ങാനില്ലേ? മേക്കപ്പ് ചെയ്യാനുണ്ട്. മേക്കപ്പ് സാധാരണ ഇതുപോലെയുള്ള ചടങ്ങുകൾക്ക് എല്ലാ പെണ്ണുങ്ങളും സെറ്റ് സാരിയൊക്കെ ആയിരിക്കും കൊടുക്കണത്. പക്ഷെ നമ്മളങ്ങനെ പതിവായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ ചുരിദാറാണ്. ഓഫ് കോഴ്സ് ഞാൻ ഹിസ്റ്ററി തിരുത്തി കുറിക്കും. കുഞ്ഞിനെ മൈയിട്ടിട്ട് കറുപ്പിച്ച് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അമ്മമ്മയുടെ അവകാശമായി എല്ലാ അമ്മമ്മമാരും ഒരുപോലെയാണ് ഗൈസ്. ഇതുപോലെയായിരുന്നു. ആദ്യത്തെ കൊളവാക്കിയപ്പോൾ ഞാൻ പ്രതിജ്ഞ എടുത്താണ് എൻ്റെ കൊച്ചിനെ ഇതുപോലെ കരിമ്പൂതാക്കി വയ്ക്കൂലെന്ന്.
എന്നിട്ട് ഹിസ്റ്ററി റിപ്പീറ്റ്. അമ്മുമ്മ വീണ്ടും കൊച്ചിനെ കരി എഴുതി കൊളവാക്കി. എല്ലാ അമ്മുമ്മമാരും മീശെല്ലാം തോന്നുന്നുണ്ട്. അങ്ങോട്ട് മുഖം നോട്ട് മീശ. എന്റെ മേക്കപ്പ് ഒക്കെ അതിന്റെ ഇടയ്ക്ക് എന്റെ പിള്ളേർ കണ്ണെഴുതി പൊട്ടിട്ട് കൊളാക്കി. ഇത് നമ്മളെ ജംഷീദ കൊച്ചിന്ന് വന്ന എല്ലാത്തിനും കൊച്ചി ഇറക്കിയ കലിയിലുണ്ട്. ഇത് മഹാരാജാസിന്റെ മെയിൻ ഓണർ. ഇത് ആഷിർക്ക. എന്താണ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ ആഷിർ. എന്നാ പറയണ്ട അങ്ങനെ. അല്ലാത്ത കുഞ്ഞിനാണോ വന്നല്ല. 1 മാസായി. ഇതാ 1 മാസായി വരൂ പറയുന്നത്. എടുത്തോളെ വന്നിട്ടില്ല. എന്തെങ്കിലും പറയാണ്ട് എനിക്ക് എന്താ പറഞ്ഞത്? നല്ല ചെക്കന്മാര് വേണ്ടവർ. അതെ പുതിയ ജംഷീന് പെണ്ണ് വേണ്ടല്ലോ, ആണ് മതിയല്ലോ. തീർന്നിട്ടായോന് പറ പതുക്കെ തിന്നറ. ഇനി തിന്നാൻ ആളുണ്ട്. ഒരു പൊരയിൽ വന്നല്ലേ, കുറച്ച് മയത്തിലല്ലോ. എല്ലാം കട്ടാക്കാം. ക്യാമറ ബാക്കിയകത്തോട് സുന്ദരിയും ജംഷൻ നല്ല പൊക്കം വെച്ച പറവനെ കുറച്ച് അധികം ചോറ് നിന്ന് ഓനെ പോലെ ഹൈറ്റ് ഓനൊരു കുഴിമുണ്ടനായി പോയി. ഡോക്ടർ ജംഷിയാണ്. ആർക്കെങ്കിലും കോണ്ടാക്ട് വേണമെന്നുണ്ടെങ്കിൽ എറണാകുളം അവിടെ മെന്നിൻക്യൂ പോയാൽ മതി. പിന്നെ ഇൻസ്റ്റ ID എന്താ ഇൻസ്റ്റാലില്ല. ഇൻസ്റ്റാലില്ല കാരണം അത്ര കസ്റ്റമറെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല. ആകെ ഉള്ളത് എന്തോ എനിക്ക് അല്ല അങ്ങനെ പറയല്ല. പണിയെല്ലാം ഉണ്ട് ചെക്കന്. അല്ല പണി മതിയാക്കുന്നല്ലോ. നല്ല റിച്ച് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് അവസരമുണ്ട്. ചെക്കനതാ. പിന്നെ ഷുഗർ കൺട്രോൾ ആക്കാൻ നല്ല ഹെൽപ്പ്. ചായയിലൊരു ഉപ്പാണ് ഇട്ടത്. അതെ ചായയിലല്ല ഉപ്പിട്ടിട്ട് കൊടുക്കുന്നത്. പറയാണ്ട ചെക്കനെ പറ്റിട്ട് ഏതോ പെണ്ണിനെ കണ്ടിട്ട് നമുക്ക് സംഭവം ഗിഫ്റ്റ് മറന്നുപോയി. ഗിഫ്റ്റ് അവിടെ കാസർഗോഡ് എത്തിയിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ. ഈ വീഡിയോയില് കാണുന്ന ഗിഫ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതറിയാല. കള്ള വണ്ടി ഇന്ന് 20 സൺഡേ രാവിലെ എറണാകുളത്ത് നിന്ന് കയറിയത്. അവസാനത്തെ ആ കവർ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് ഒരു വാങ്ങി തന്നാലും മതി. അതെ കലിയിലാണ് പെണ്ണുള്ള കാക്കുന്നുള്ള കലിക്ക. അത് കെട്ടിക്കാനതിനതാ കലയില്ല എന്നല്ലോ. ആ
വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് കുറെ കിളീസ് ഉണ്ട്. നമ്മള് മെയിൻ ആള് ജംഷിക്ക ഉണ്ട്, കലിക്ക ഉണ്ട്, മഹാരാജന്റെ മെയിൻ ആളുണ്ട്. ഇത് കൊടിക്കുന്ന് കിട്ടി പെണ്ണിന്. പട്ടാമിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിലേക്ക്? 5 8-10 അടുത്തുണ്ട്. ആ കൊടിക്കുന്നിലേക്ക് 12. കാടായി ചൂടായി പൂവായി എന്തായി മോനെ, എന്തായിപ്പാ? കലിയപ്പുറത്തെ കാലിടും യൂട്യൂബ് ചാനലൊക്കെ ആൾക്കാർ കാണുന്നല്ലോ ആൾക്കാർ. ഞാൻ കാണുന്നില്ല. നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണാറുണ്ടോ? ഉണ്ടോ? അഭിപ്രായം പറയും. അതല്ല, ഫറാന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ആഷിറിനെ വിളിക്കാം. ആഷിർ വേറെന്താ പറയാനുള്ള? ഫറാനൊരു വാപ്പയായി ഗൈസ്. കണ്ട പറയില്ല, എങ്ങാണ് 16 കഴിഞ്ഞത്. ഷുഗർ ഡാഡിയാണ്. 15 ഷുഗർ ഡാഡിയാ കുണ്ടി. ഷുഗർ ഡാഡിയാണ്. കായായി പൂവായി ചൂടായി കിണിയായി മണിയായി പഴമായി. ഓക്കെ ബൈ. ഓക്കെ ബൈ. എല്ലായിടത്തും എല്ലാരും ഉണ്ട്. എൻ്റെ ഓളുണ്ട്. എൻ്റെ ഓള് പെട്ടെന്ന് തിരിയുന്നുണ്ട്. ഓളെ ഒരിക്ക നോക്കിയറേ. ഉണ്ടേ ബൗവാ. ഇത് പാശില്ല ജംഷീദ്. ഇതേടെ പോണല്ല ഉണ്ട്. അങ്ങനെ ഫൈനലി ഇതാ ആഷിറിന്റെ ഗേൾ ഫ്രണ്ട്. ഇത് ഗേൾ ഫ്രണ്ടാ? നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടാ ബോയ് ഫ്രണ്ടാ? നോക്കട്ടെ. ഹലോ മാഡം. കലിയിൽ എന്താണ് ഇങ്ങനെ സീൻ പിടിച്ചാ മതിയോ? ചത്തു തോന്നു. കാസർഗോഡുള്ള ഒരു ചിക്കുണ്ട്, മിൻഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കാസർഗോഡുള്ള. ഞങ്ങൾ നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു തരും എടുക്കൽ. കാല് മാത്രം കാണാം. കലീലു വിളിച്ച നീ മേഘ വിളിക്കുന്നല്ലേ വിളിച്ച കലീലു വയ്യ. കലീലു വിളിക്കാം. ആശ്രയിനെ കുറിച്ച് 2 വാക്ക് പറയും. ആശ്രയ സംസാരിക്കും. സംശയം ഉണ്ടല്ലോ. എന്ത് സംശയം? ആഷിറ എന്താണ് ചിരിയൊക്കെ? എടാ മോനെ ചെക്ക. കണ്ണേനെ ആയി നീ വേർക്കെന്ന് പറഞ്ഞ് കയ്യെല്ലാം പിടിച്ചിട്ട് മുതലെടുക്കല്ലേ. അതെ കൊക്കെത്ര കുളം കണ്ടതാണ്. ഇഷ്ടല്ല അപ്പൻ ഊരി കയറി ആസിറ ഊരി ഫുള്ള് ഊരി.
കണ്ട എന്തൊരു സ്നേഹം. കാഞ്ചന മൊയ്തീന് കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവര് തന്നെ ആശിറ ഐശ്വര്യ മാച്ചുണ്ട്. എന്തൊരു സ്നേഹം. ആശിറ വൈറലായി മോനെ. എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ഊരിക്കളയുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഫീൽ വേറെയാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ബൈ. കുട്ടിയെ കുളമാക്കിയ അമ്മൂമ്മ.